ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് GNM, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. ഇതാണ് GNMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്, ഇതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ, സാലറി, അതുപോലെ തന്നെ എവിടെയൊക്കെ പഠിക്കാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് GNM നഴ്സിംഗ്? GNM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. അതായത് ഇപ്പോൾ നമ്മുടെ BSc നഴ്സിംഗിന് ഏകദേശം തുല്യമായിട്ട് വരുന്നതന്നെയാണ്. BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ ഈ GNM കോഴ്സ് എന്താണ്? GNM ഒരു ഡിപ്ലോമ കോഴ്സായിട്ടാണ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ സെയിം ആസ്, അതായത് ഇപ്പോൾ നമ്മുടെ BSc നഴ്സിംഗിൽ പഠിപ്പിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് GNMലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവരുടെ എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ +2 സയൻസ് ആയിരിക്കണം അവർ പഠിച്ചിട്ടുള്ളത്. +1+2 സയൻസ് ആയിരിക്കണം, 50% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് BSc നഴ്സിംഗിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മൾ GNMന്റെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ സയൻസിന്റെ വേണമെന്നില്ല, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, അങ്ങനെ ഏത് ഫീൽഡിൽ പഠിച്ചവരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, +2 50% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ GNMന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു നഴ്സിംഗ് ഫീൽഡാണ് ഈ GNM അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ GNM എന്ന് പറയുന്നത് നമ്മുടെ 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ അവർക്ക് തിയറിയും പ്രാക്ടിക്കലും രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഈ BSc നഴ്സിംഗിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ GNMന് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽസ് ആണ് വരുന്നത്, തിയറീസ് കുറവാണ്. പക്ഷേ BSc നഴ്സിംഗ് ആണെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും ഒരേ രീതിക്കാണ് വരുന്നത്. ഈ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ BSc നഴ്സിംഗും GNMും തമ്മിലുള്ളൂ. പിന്നെ BSc നഴ്സിംഗിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീസ് ഈ BSc നഴ്സിംഗിനേക്കാളും എത്രയോ കുറവാണ് നമ്മുടെ GNM പഠിക്കാൻ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫീസ് കുറവാണ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് BSc നഴ്സിംഗിനേക്കാളും താഴ്ത്തി കിട്ടി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഈ GNM കോഴ്സിനെ കാണുന്നില്ല. സെയിം ആസ്, അതായത് BSc നഴ്സിംഗ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ GNMന് നമ്മുടെ കേരളത്തിൽ എവിടെ സ്കോപ്പ് വരുന്നത്. അതല്ല, നമ്മളിപ്പോൾ GNM പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഈ ആൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് എനിക്ക് BSc നഴ്സിംഗ് ആക്കി മാറ്റിക്കൂടാ, എൻ്റെ GNMനെ ഒരു BSc നഴ്സിംഗ് ഡിഗ്രിയിലോട്ട് മാറ്റിക്കൂടാന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, 2 വർഷത്തെ, അതായത് ഈ 3 വർഷത്തെ GNM കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഒരു BSc നഴ്സിംഗ് ലെവലിലോട്ട് വരാവുന്നതാണ്. ഈ BSc നഴ്സിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 വർഷത്തെ പോസ്റ്റ് BSc അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ സെയിം ആസ് BSc നഴ്സിംഗിലോട്ട് DHS, DME, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് ഓർ പ്രൈവറ്റ് കോളേജസ്, ഇവരുടെ കീഴിലാണ് നമുക്ക് പൊതുവെ ഈ ജനറൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. നമുക്ക് LBS വഴി ജനറൽ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ 3 സൈറ്റ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജനറൽ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 3 സൈറ്റ്സ് വഴിയാണ് നമുക്ക് GNMന് അഡ്മിഷൻ എടുക്കുന്നത്. പിന്നെ നമ്മുടെ നഴ്സിംഗ് കൗൺസിലിന്റെ കീഴിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ BSc നഴ്സിംഗ് പോലെ തന്നെയാണ് അവർ GNMനും എന്ത് കൊടുത്തിട്ടുള്ളത്, വാല്യൂ കൊടുത്തിട്ടുള്ളത്. BSc നഴ്സിംഗിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ GNMന്, ജനറൽ നഴ്സിംഗിന് നമ്മുടെ കേരളത്തിൽ സീറ്റ്സ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അധികം സ്റ്റുഡൻസും കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള അതർ സംസ്ഥാനങ്ങൾ, നമ്മുടെ നിയർ ബൈ സംസ്ഥാനങ്ങളിലോട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്കോപ്പും കൂടുതലാണ്, അതായത് ജോലി സാധ്യത, പ്ലേസ്മെന്റ് കൂടുതലാണ്, നമുക്ക് പഠിക്കാനുള്ള സീറ്റ്സും അതുപോലെ തന്നെ ബെറ്റർ കോളേജസും നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എവിടെ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴും ബെറ്റർ ഫെസിലിറ്റീസ് ഉള്ള കോളേജ് മാത്രം നോക്കിയിട്ട് ചെയ്യുക. കാരണം നഴ്സിംഗ് അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആവുന്നത്. അപ്പോൾ ഈ സ്കിൽസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് മാക്സിമം ഇതുപോലെ വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള നല്ല കോളേജസ്, നല്ല ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്ന കോളേജസ് മാത്രം നോക്കി സെലക്ട് ചെയ്യാം. അപ്പോൾ GNMനെ പറ്റി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യാം.